കൊല്ലം ബീച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകട സാധ്യത ഏറിയതുമായിട്ടുള്ള ഒരു ബീച്ചാണ്. വളരെ അപകടകരമായിട്ടുള്ളൊരു വാർത്ത നൽകുകയാണ്. വർഷമായിട്ട് ലൈഫ് ഗാർഡിന് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് തീരം ഇത്രത്തിക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എല്ലാ വർഷവും? ലൈഫ് ഗാർഡും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നിർദ്ദേശവും സുരക്ഷാ വലയവും തീർത്തിട്ടുണ്ട്. കടൽ ഇപ്പം പടിഞ്ഞാറ് കടലടിച്ച് മണ്ണ് വലിച്ചുകൊണ്ടുപോകും. ഈ അടിയിൽ കൂടെ തന്നെ മണ്ണ് തെക്കു ഭാഗത്തേക്ക് ഒഴുകും. അപകട ഭീതിയും അതോടൊപ്പം തന്നെ അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ജൂലൈ പകുതിയോടുകൂടി ശക്തമായിട്ട് എത്തിയുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നീണ്ടു നിൽക്കുന്നു. കൊല്ലം ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും അല്ലെങ്കിൽ ഈ ബീച്ച് കാണാൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ ഗണ്യമായ രീതിയിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. നമസ്കാരം. വളരെ അപകടകരമായിട്ടുള്ളൊരു വാർത്ത നൽകുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ചിലാണ്. കൊല്ലം ബീച്ചിലെ തീരത്തെ മണ്ണിടിച്ചിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ബീച്ചിന് സമീപത്തെ ഈ തീരഭാഗങ്ങളൊക്കെ തന്നെ മണ്ണിടിച്ചിരിക്കുന്നു. വേലിയേറ്റ സമയത്ത് ശക്തമായ തിരമാലകൾ ആഞ്ഞടിക്കുന്നതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായിരിക്കുന്നത്. ലൈഫ് ഗാർഡും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നിർദ്ദേശവും സുരക്ഷാ വലയവും തീർത്തിട്ടുണ്ട്. എനിക്ക് കാണുന്ന ഈ കയർ കെട്ടിത്തിരിച്ചിരിക്കുന്ന ഭാഗത്തിന് ഏകദേശം 2 മീറ്ററോളം അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. പ്രകൃതിക്ഷോഭവും അതോടൊപ്പം തന്നെ ഈ ഉച്ചയ്ക്ക് 2 മണി സമയത്തൊക്കെ ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റവുമാണ് ഈ മണ്ണിടിച്ചിലിന് കാരണമായിരിക്കുന്നത്. അപകട ഭീതിയും അതോടൊപ്പം തന്നെ അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കൊല്ലം ബീച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകട സാധ്യത ഏറിയതുമായിട്ടുള്ള ഒരു ബീച്ചാണ്. ഇവിടെ വലിയ രീതിയിലുള്ള തിരമാലകൾ ആഞ്ഞടിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ നമുക്ക് ലൈഫ് ഗാർഡ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കടൽഭിത്തി, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഒരു സംരക്ഷണ വേലി നിർമ്മിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് കൊല്ലം ബീച്ചിൻ്റെ ഈ ഭാഗത്ത് സേവനമനുഷ്ഠിക്കുന്ന പൊന്നപ്പൻ ചേട്ടനാണ് ലൈഫ് ഗാർഡ്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ഇവിടെ ഈ നമ്മുടെ ഈ തീരം ഇങ്ങനെ അടിയുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക അദ്ദേഹം ഷെയർ ചെയ്യുകയാണ്. എന്താണ് ചേട്ടാ ഈ 20 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു? കഴിഞ്ഞ 20 വർഷമായിട്ട് ലൈഫ് ഗാർഡിന് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് തീരം ഇത്രത്തിക്ക് ഇടിയുന്നത്. കാരണം സാധാരണ നോർമലായിട്ട് ഒരു 100 മീറ്റർ ബീച്ച് ഉണ്ടെങ്കിൽ ഈ 100 മീറ്ററിൽ ഒരു 30-40 മീറ്റർ സാധാരണ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതിയോടുകൂടി കടലെടുക്കും. ഓഗസ്റ്റ് പകുതി കഴിയുമ്പോൾ തന്നെ എങ്ങനെയാ മണ്ണ് കൊണ്ടുപോയി അതേപോലെ തന്നെ നാച്ചുറൽ പ്രോസസ് ആയിട്ട് തിരിച്ചു വരും. അതായത് ഇവിടുന്ന് ഇടിഞ്ഞ മണ്ണുകളെല്ലാം പിന്നീട് തിരിച്ച് അതേപോലെ ഇപ്പം തെക്കോട്ടാണ് ഒഴുക്ക്. അതായത് ആ ഭാഗത്തേക്കാണ് ഒഴുക്ക്. മണ്ണിനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തന്നെ കടൽ ഇപ്പം വരുന്ന പടിഞ്ഞാറിൽ നിന്ന് വരുന്ന കടലടിച്ച് മണ്ണ് വലിച്ചുകൊണ്ട് പോകും. ഈ അടിയിൽ കൂടെ തന്നെ മണ്ണ് തെക്കു ഭാഗത്തേക്ക് ഒഴുകും. അവിടെ ഇപ്പൊ മണ്ണ് കയറ്റുന്ന സമയമാണ്. ഈ മണ്ണ് വലിച്ചപ്പുറത്തോട്ട് മാറ്റുകയാണ്. ഇതിപ്പോ കടൽ ജൂൺ, ജൂലൈ ആ മാസങ്ങളാകുമ്പോൾ സാധാരണ കേരളത്തിന്റെ കടൽ പ്രക്ഷുബ്ധമാണ്. ഒരു ജൂലൈ പകുതിയോടുകൂടി ശക്തമായിട്ട് എത്തിയുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇത് നീണ്ടു നിൽക്കുന്നു. തന്നെ ശക്തമായിട്ടുള്ള തിരയടി. അതൊരു ആശങ്കയ്ക്കിട വരുത്തുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആശങ്കയില്ല. അതിനുള്ള എല്ലാ മുൻകരുതലും കൊല്ലം ബീച്ചിലെടുക്കുന്നുണ്ട് ശക്തമായിട്ട്. നമ്മുടെ ഈ ഇവിടെ എത്ര പേരാണ്? ഈ ഒരു ഹബിൽ എത്ര പേരാണ്? ഞങ്ങളിവിടെ കൊല്ലം ബീച്ച് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹം ആശ്രമത്താണ് ഞങ്ങളുടെ ഓഫീസ്, ഡിപ്പാർട്ട്മെന്റ് ടൂറിസം. ഞങ്ങളിവിടെ ഇപ്പം 7 പേരുണ്ട്. കൊല്ലം ബീച്ചിൽ 7 പേരും അതിനോടൊപ്പം തന്നെ അഴീക്കൽ ബീച്ചിൽ 2 പേരുണ്ട്. ഒറ്റ ഓഫീസിന്റെ കീഴിലാണ്. നമ്മുടെ ഈ ബീച്ചിന്റെ ഇത്രയും സ്പേസിൽ 7 പേരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ 7 പേര് മതി. ധാരാളം മതി എന്ന് വെച്ചാൽ അതിനുള്ള പ്രിക്കോഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പൊ അപകട സമയം ആയതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ റോപ്പ് വലിച്ചു കെട്ടി തീരത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ടുള്ള അത് ആൾക്കാർ വന്നത് പാലിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. കുട്ടികളൊന്നും ഇറങ്ങുന്നില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കടലിലേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഒരു കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ? നമ്മുടെ കച്ചവടത്തിൽ ഇപ്പൊ ആളുകൾ ആരും വരുന്നില്ല. അതുകൊണ്ട് പിന്നെ കച്ചവടത്തിൽ ബാധിക്കുന്നുണ്ട്. ബീച്ചിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവാണോ? കുറവുണ്ടോ അമ്മേ? കുറവാണല്ലേ. അപ്പൊ ഈ ഒരു കടലിന്റെ ഈ ഒരു തീരെ ഇടിഞ്ഞത് ഒരു വലിയ ആശങ്കയുണ്ടോ? ഉണ്ട്. ആണോ? ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എല്ലാ വർഷവും? വർഷം തോറും ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. വീട് കഴിഞ്ഞു പോകുന്നുണ്ട്, വീട് പോകും.
ഇവിടെ പോകുന്നവർക്ക് ഒരു പക്ഷെ ഇത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പേടിയാകുന്നല്ലേ. അതെന്താണെന്ന് എന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് കടൽ തീരത്ത് കിടക്കുന്നവർക്ക് എങ്ങോട്ടും പോയി കിടക്കാനുള്ള സാഹചര്യം ഇല്ല. നമുക്കതിനൊരു സംവിധാനം ഒപ്പിച്ചു തരണം. അത് തന്നെ ഉള്ളത്. തീരത്തേക്ക് എത്തുന്ന, അതായത് കൊല്ലം ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും അല്ലെങ്കിൽ ഈ ബീച്ച് കാണാൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ ഗണ്യമായ രീതിയിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം തീരം ഇത്തരം വലിയ രീതിയിൽ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം, തീരം ഇടിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യമൊക്കെ സാധാരണ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ സംഭവിക്കാറുള്ളതാണെങ്കിലും ഇത്തവണ ഇത് വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നത് ഈ തീരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. ഏതായാലും ഇതിലൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണെന്നാണ് ഇവിടുത്തെ ലൈഫ് ഗാർഡുകളടക്കം പറയുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിലുവനിക്സൺ, വിസ്മയ ന്യൂസ്.